मन्त्रदेवादिजाय रक्षाणां पदये नमो नमो मन्त्रदेवादिवस्त्रदाय पदये नमो नमः दुःखेदोषाय उषाचमे वसाचमर्षमष्टमे वेदष्टमे नष्टाष्टमे धेनुष्टम आयुर्यज्ञेन कल्पदां प्राणो यज्ञेन कल्पदां भानो यज्ञेन कल्पदां ज्ञानो यज्ञेन कल्पदां शेखरा राजा राजा नटन शेखरा
चंद्रशेखरा राजा महेश्वरा शिव महेश्वरा साई महेश्वरा शिव महेश्वरा शिव महेश्वरा साई शिव महेश्वरा शिव महेश्वरा साई कृष्ण माधव माधव कृष्ण कृष्ण माधव कृष्ण कृष्ण माधव माधव कृष्ण वृंदावन संचारी श्याम गोपाल वृंदावन संचारी श्याम गोपाल जय मधुसूदन जय साई नंदलाला
कृष्ण माधव माधव कृष्ण कृष्ण माधव साई हरे वृंदावन संजारी श्याम गोपाल जय मधुसूदन जय नंदलाला जुगना जुगे मेरे साई नंदलाला जुगना जुगे मेरे साई नंदलाला ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, സത്യസായി ട്രസ്റ്റ് കൺവീനർ സതീഷ് ചേട്ടൻ, അതോടൊപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ സാർ എന്നിവരും വേദിയിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സത്യസായി സേവാ സംഘടന ഏകദേശം 162 രാജ്യങ്ങളിലായി ലോകം മുഴുവനും പരന്നു കിടക്കുന്ന സംഘടനയിൽ മുഴുവനും അവതാര പുരുഷനായ ഭഗവാന്റെ സെന്റിനറി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും ഭഗവാന്റെ സെന്റിനറി സെലിബ്രേഷൻ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സെന്റിനറി സെലിബ്രേഷൻ നടക്കുന്നു. അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. കേരളത്തിലെ സെന്റിനറി സെലിബ്രേഷൻ്റെ തുടക്കമാണ് ഇന്നലെ കഴിഞ്ഞത്. ഇന്ന് നമുക്ക് നടക്കുന്ന ഫംഗ്ഷനിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് സത്യസായി സേവാ സംഘടന കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ ആണ്. അദ്ദേഹത്തെ ഞാൻ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സായി. ഈ ധന്യമായ ചടങ്ങ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് മുഖ്യ പ്രഭാഷണം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരുടെ എല്ലാവരുടെയും നാമത്തിൽ ക്ഷണിക്കുകയാണ്. ജയ് സായി. കാലം ധാരാളം വിശ്വാസികളെ, ഭക്തജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച വലിയ ഒരു പ്രസ്ഥാനമായി മാറിയതാണ് സത്യസായി ബാബ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആ പുട്ടപർത്തിയിലെ പരിപാടികൾ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ടെലിവിഷനിൽ കൂടെയും വാർത്തകളിൽ കൂടെയും ധാരാളം കണ്ട ഒരാളാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലതും നമ്മുടെ നാട്ടിലും മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി ചിലത് ചെയ്യുന്നത് അതിൽ പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, ആശുപത്രി തുടങ്ങിയത് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ വളരെ നന്നായി നടക്കുന്നുണ്ട്. കേരളത്തിലും വിപുലമായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലായിട്ട് നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് ഞാൻ ഇതിൽ കാണുന്നത് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ താല്പര്യത്തിനും സന്തോഷത്തിനും വേണ്ടി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പ്രസ്ഥാനം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം. അങ്ങനെ വിദ്യാഭ്യാസ സഹായ പദ്ധതിയൊക്കെ പലപ്പോഴും നടത്തുന്നതായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടെ പോകുന്ന ഡിവോട്ടീസ്, മുമ്പ് അവിടെ പോകുന്നവർ തന്നെ, അവർ വളരെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. വലിയ തോതിൽ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന കൺസെപ്റ്റൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും 2% ലാഭത്തിൻ്റെ കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും, അത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സഹായം എത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ പ്രവർത്തനം വളരെ വിപുലമായി പോകുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരെയും
സ്പർശിക്കുമ്പോഴാണ് ഇത്തരം അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമാവുക. ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ ഭക്തിമാർഗം സ്വീകരിച്ചു വരുന്നവരെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും വിശ്വാസികളും എല്ലാം തമ്മിൽ, ഞാൻ പറഞ്ഞത് വിശ്വാസികളെ വലിയ തോതിൽ ഉൾക്കൊള്ളുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ, അതല്ലാതെ വിശ്വാസം ഞാൻ പറഞ്ഞത്. എന്നാലും ഇതിൻ്റെ സജീവ പ്രവർത്തനങ്ങളിൽ ദിവസവും പങ്കാളികളാവുന്നതല്ല. പ്രത്യേകിച്ചും വിശ്വാസികൾ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും നല്ലവരാണ്, വിശ്വാസികൾ മഹാഭൂരിപക്ഷവും നല്ലതാണ് എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. നല്ല വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും തെറ്റായ വഴിക്കുവാൻ പറ്റില്ല. നല്ല വിശ്വാസി ഏത് മതത്തിലായാലും അവർക്കൊരിക്കലും വർഗീയത പറയാൻ പറ്റില്ല. ലോകാ സമസ്ത സുഖിനോ ഭവതു, ഇപ്പം നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചൊല്ലിയതും അതുതന്നെയാണ്. അപ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവതു, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ജന്തുജീവികൾക്കും ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരാൾക്ക് നാശം വരാൻ ആഗ്രഹിക്കാൻ പറ്റില്ല. അവിടെയാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷമായി നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ, ജന്തുക്കളെയും ജീവികളെയും ചരാചരങ്ങളെയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ജാതിയുണ്ടോ മതമുണ്ടോ? ഏത് മരത്തിനാ, ഏത് മൃഗത്തിനാ, ഏത് ചെടിക്കാ ജാതിയുള്ളത്, മതമുള്ളത്? അപ്പോൾ ഇതിനെയെല്ലാം ഒരേപോലെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഏതെങ്കിലും മനുഷ്യൻ്റെ ജാതിയും കുലവും പ്രദേശവും പ്രശ്നമാണോ? അപ്പോൾ അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും സഹായം എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, കണ്ണട നൽകിയ ഒരു പരിപാടി. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞൊരു പദ്ധതിയാണ്. അത് പൂർണ്ണമായി നടപ്പിലാക്കി വരുന്നതിന് വലിയ ചിലവുള്ളതാണ്. സന്നദ്ധ സംഘടനകളെയൊക്കെ സംയോജിപ്പിക്കണമെന്നാണ് ഞങ്ങളും അതിനകത്ത് ഉദ്ദേശിച്ചത്. അതിനകത്ത് നേർക്കാഴ്ച എന്നൊരു ആണ് ആ പദ്ധതിയുടെ പേര് ഞങ്ങൾ പറഞ്ഞത്. കാഴ്ച പലപ്പോഴും ഈ കണ്ണാടി ഉണ്ടെങ്കിൽ പലപ്പോഴും മാറ്റാൻ പറ്റുന്നില്ല, ചികിത്സിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആ കാര്യത്തിലൊക്കെ ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ്. മുഴുവൻ ഓട്ടോറിക്ഷ ടാക്സി മേഖലയിലെ ഡ്രൈവർമാർക്ക് കണ്ണട കൊടുക്കുന്നൊരു പരിപാടി ഇന്നലെ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് സഹകരിക്കാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് സമയത്തൊക്കെ ധാരാളം കാര്യങ്ങൾ അങ്ങനെ നടത്തിയിരുന്നു. അതിനകത്ത് ചിലതിലും പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ കഴിയട്ടെ. ഭഗവാൻ സത്യസായി ബാബയുടെ 100ാമത് ജന്മദിനം എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനങ്ങൾ അതുമായി കൂടുതൽ ശക്തമായി കൊണ്ടുപോകാനാണ് ഈ പ്രസ്ഥാനം ആലോചിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ പരമാവധി സഹായം വിവിധ മേഖലയിൽ എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരും ജനങ്ങളെല്ലാം ചേർന്ന് നിങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയണം. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ ധന്യമായ മുഹൂർത്തത്തിൻ്റെ ഭാഗമായ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മന്ത്രിയോടുള്ള സത്യസായി സേവാ സംഘടനയുടെ എല്ലാ സ്നേഹവും ഈ അവസരം അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോക യുവജന ദിനമാണ്. തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ പാളയം ഹരിതകർമ്മ സേനയ്ക്ക് ഹെഡ് ഹാറ്റ് അംബർല കൊടുക്കുന്ന ഒരു ചടങ്ങാണിത്. പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരും കടന്നു വന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. सत्यदेवाय धीमहि तन्न सर्व प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व प्रचोदयात्। ॐ
മരിച്ച ആളുകൾ ബ്രിഗേഡിയർ ബോസ് അദ്ദേഹത്തിൻ്റെ മകൻ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അവിടെ മിക്കവാറും ഉള്ള എല്ലാ ബിൽഡിങ്ങും പുട്ടപ്രതി ചെയ്തിട്ടുള്ളത്. ആ ബിൽഡിങ് ചെയ്ത് അദ്ദേഹം ഒരിക്കൽ സ്വാമിയുടെ ഡിസ്കോഴ്സ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയ പനിയുണ്ട്, എങ്കിലും ഇദ്ദേഹം ദർശനത്തിന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവസാനം അവർ ചെയറിൽ കൊണ്ടാക്കി ഇരുത്തി. ഇരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ച്. ഡോക്ടർ ചാരിയും മറ്റുള്ളവരും വന്ന് പറഞ്ഞ് ഇനിയിപ്പം മരിച്ചു കഴിഞ്ഞ് എങ്ങനെയാണെങ്കിൽ ബോഡി എടുത്ത് മാറ്റിയിടാം, കാരണം സ്വാമി അവിടുന്ന് മാറ്റിക്കൊണ്ട് അവർ കൊണ്ടുപോയി താഴെ കൊണ്ടുവച്ച്. അന്നേരമാണ് സ്വാമി ഡിസ്കോഴ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് സ്വാമി കൈ കാണിച്ച് നീ പോ ഇങ്ങനെ കൈ കാണിച്ചിട്ട് സ്വാമി സ്റ്റേജിൽ നിന്ന് താഴെ വന്ന് ബ്രിഗേഡിയറിൻ്റെ അടുക്ക വന്ന്, ബ്രിഗേഡിയറിൻ്റെ വൈഫും മക്കളും എല്ലാവരും അവിടെ ഉണ്ട്, പക്ഷെ അവരിത് അറിയുന്നില്ല. സ്വാമി വന്നിട്ട് ബോസ് ഗെറ്റപ്പ് ഇത് പറഞ്ഞതും ബ്രിഗേഡിയർ ബോസ്, മരിച്ച ബ്രിഗേഡിയർ ബോസ് ചാരിയും മറ്റുള്ളവരും പറഞ്ഞ് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ ആളിനെയാണ് പറഞ്ഞത്, ബോസ് അല്ല യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്, ഇനിയും കുറച്ച് വർക്കുകൾ നീ ചെയ്ത് തീർക്കാനുണ്ട് ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പേ. അന്ന് പെട്ടെന്ന് അങ്ങനെ നീ രക്ഷോട്ടൊന്നും പോകണ്ട, ഇനി കുറച്ച് സർവീസും കൂടെ നീ ചെയ്യാനുണ്ട്. എന്നാൽ ബോസ് അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്ന് അന്ന് ബ്രിഗേഡിയർ ബോസിൻ്റെയൊക്കെ ചോദിച്ചു എന്താണ് അനുഭവം ഉണ്ടായെന്ന്. അന്നേരം ഡോക്ടർമാരെ സർട്ടിഫൈ ചെയ്ത് ശവമാണെന്ന് പറഞ്ഞ ആളിനെ തിരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് അത് കഴിഞ്ഞപ്പം അന്നേരം ബോസ് പറഞ്ഞു, ഞാനിങ്ങനെ മരിച്ച സമയത്ത് ഒരു വലിയ പരുന്ത് അത് ഗരുഡനായിരുന്നു വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കിയപ്പോഴേ സ്വാമി പറയുന്നു നീ പോന്ന് പറഞ്ഞതും ഗരുഡൻ പിന്നെ തിരിച്ചു പോയി. सत्यदेवाय धीमहि तन्न सर्व प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि
धन्य हो ईश्वरांबा, धन्य हो ईश्वरांबा, धन्य हो ईश्वरांबा, धन्य हो ईश्वरांबा। जग को दीजो लाल बाबा, जग को दीजो लाल बाबा, जग को दीजो लाल बाबा, जग को दीजो लाल बाबा। धन्य हो धन्य हो धन्य हो, कलयुग में अवतार लिए, कलयुग में अवतार लिए, सकल चराचर के भगवान, सकल चराचर के भगवान, जगदो धारा साई नारायण, जगदो धारा साई नारायण, जगदो धारा साई नारायण, जगदो धारा साई नारायण। धन्य हो धन्य हो धन्य हो धन्य हो धन्य हो धन्य हो ईश्वरांबा, जग को दीजो लाल बाबा, धन्य हो धन्य हो कलयुग में अवतार लिए, सकल चराचर के भगवान, जगदो धारा साई नारायण, जगदो धारा साई नारायण। धन्य हो धन्य हो धन्य हो ईश्वरांबा, 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 धन्य हो ईश्वरांबा। മംഗളരൂപിണി കാത്തുകൊള്ളേണമേ, ഞങ്ങളെ കാത്തവണങ്ങിടുന്നു. ചിത്തമാലിന്യം അശേഷം കളഞ്ഞു നീ സത്വരം ശുദ്ധരാക്കിയിടണമേ. ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ ആരോടും നീ ജവാബോധിടായി. ആർക്കും മനോദുഃഖം ഞങ്ങളാൽ തോന്നായവൻ കാക്കണേ തൃപ്പാദം കുമ്പിടുന്നേ.
അമ്മതൻ കുഞ്ഞുങ്ങളെല്ലാവരും എന്നു ചിന്മയെ ഞങ്ങൾക്കും തോന്നി നിന്നാമം എപ്പോഴും ഭക്തിയാർ നമ്പിക നന്നായി ജപിക്കുമാറായിടണം. കാപട്യം, വഞ്ചന, സ്നേഹവിഹീനത, കോപം, അസൂയ എന്നീ മൃഗങ്ങൾ ചിത്തമാം പൂവനം വിട്ടോടിപ്പോകുവാൻ അത്ര കടന്നു നായാടിയാലും സദ്രൂപമല്ലാതെ മറ്റൊന്നും കാണായവൻ ഭദ്രയെ അനുഗ്രഹിച്ചിടണമേ. സർവകർമ്മങ്ങളും നിങ്ങൾ സമർപ്പിച്ചു സർവശി വാഴുമാറായിടണം. ആശ്രിത കാലംബമായുള്ള മാതാവെ ആഗ്രഹം മറ്റൊന്നിൽ ചെന്നിടാതെ സാനന്ദം ഞങ്ങളെ താവകമംഗത്തിൽ ദീനത എന്നെ വളർത്തിയാലും അമ്മേ നമസ്കാരം, അമ്മേ നമസ്കാരം, നിർമ്മല പാദങ്ങൾ കുമ്പിടുന്നു. മേൽമേലനുഗ്രഹം വർഷിച്ചിടണമേ ബ്രഹ്മസ്വരൂപിണി മാതൃദേവി, ബ്രഹ്മസ്വരൂപിണി മാതൃദേവി, ബ്രഹ്മസ്വരൂപിണി മാതൃദേവി. ജയമാ ദയാ കരോ സായി മുക്തിപ്രദായിനി പ്രേമപ്രദായിനി ശാന്തിപ്രദായിനി മാ മുക്തിപ്രദായിനി പ്രേമപ്രദായിനി ശാന്തിപ്രദായിനി മാ മുക്തിപ്രദായിനി പ്രേമപ്രദായിനി ശാന്തിപ്രദായിനി മാ മുക്തിപ്രദായിനി പ്രേമപ്രദായിനി ശാന്തിപ്രദായിനി മാ ജനനീ മാ ജനനീ ജഗജനനീ സായി മാ ജനനീ മാ ജനനീ ജഗജനനീ സായി മാ ജനനീ മാ ജനനീ ജഗജനനീ സായി മാ ജനനീ മാ
मुक्ति प्रदायिनी प्रेम प्रदायिनी शांति प्रदायिनी मुक्ति प्रदायिनी प्रेम प्रदायिनी शांति प्रदायिनी जननी मां जननी जगजननी साई दया करो साई കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെയും ഇന്നും നടന്ന ഭഗവാന്റെ 100ാം ജന്മദിനാഘോഷങ്ങളുടെ തുടക്കം ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു. തീർച്ചയായിട്ടും ഭഗവാന്റെ അപാരമായ കൃപയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവുമാണ് ഇത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തീർത്തത്. നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ സ്വാമി പറയുന്ന മറ്റുള്ളവർക്ക് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ
നമ്മുടെ ഹൃദയം നിറയും, നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അങ്ങനെ നമ്മളുടെ ഹൃദയം ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറയട്ടെ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറയാനുള്ള അവസരം ഭഗവാൻ തന്നെ നമുക്ക് കനിഞ്ഞ് അരുളട്ടെ. ഈ അവസരങ്ങൾ നമ്മൾ വൺ ടൈം ഓഫറാണ്. എല്ലാവരും വീണ്ടും വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു സെൻറ്റിനറി ഇയർ സെലിബ്രേഷൻ നമുക്ക് ആർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇത് കേട്ട് കേട്ട് തഴപ്പിച്ചു. പക്ഷേ ഒരു നിമിഷം നമ്മളിരുന്ന് ആലോചിക്കണം. ആ വചനത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം, സ്വാമി ഒരു സ്പൂൺ കൊണ്ട് അമൃത് നമ്മളുടെ വായുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കത്തേ ഉള്ളൂ. വാ തുറന്ന് ആ അമൃത് കഴിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവസരം ഉപയോഗിക്കുക. സ്വാമി നമുക്ക് ധാരാളം അവസരം ഈ സംഘടനയുടെ രൂപത്തിൽ തരുന്നുണ്ട്, ഇനിയും തരും. പക്ഷേ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ മഹത്തായ ഈ 2 ദിവസം നമുക്ക് തന്ന ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്രയും ഭംഗിയാക്കാനായിട്ട് പലരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം. അതീവ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, പ്രശാന്തി നിലയത്തിൽ പോയവരായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഭഗവാനെ ഒരിക്കലെങ്കിലും കണ്ടവരുണ്ടാവും. 100% ആയിരിക്കാം. അതിൽ കുറച്ച് പേർക്കൊക്കെ ഭഗവാനെ ഫിസിക്കലി കാണാത്തവരായിരിക്കാം. നമുക്കറിയാം, നമ്മൾ ഭഗവാനെ കണ്ടാൽ നമ്മൾ പോലും അറിയാതെ ഭഗവാന്റെ ഒരു അങ്കിയുടെ കളറെങ്കിലും കണ്ടാൽ, അല്ലെ സ്വാമിയുടെ എത്രയോ ദൂരത്തുനിന്നായാലും അടുത്തുനിന്നായാലും എങ്ങനെ വന്ന് കണ്ടാലും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭഗവാനിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വരികയാണ്. നമ്മൾ എന്തിനാ കരയുന്നത്, എന്തിനാ നമ്മൾ കണ്ണിന്ന് കണ്ണുനീര് വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. കാരണം എന്താ, അത് പ്രേമഭാവമാണ്, അത് മാതൃഭാവമാണ്. 1000 അമ്മമാരുടെ സ്നേഹം വാരിക്കോരി നമ്മളിലേക്ക് തരുന്ന ഒരു ഈശ്വരനാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. അങ്ങനെ നാഷണൽ യൂത്ത് ഡേ ആണ്. ഒരു യൂത്ത് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സെൻറ്റിനറി സെലിബ്രേഷൻ, ഇനോഗ്രേഷനും യൂത്ത് ഡേയും ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ എപ്പോഴും ട്രിവാൻഡ്രത്തിൻ്റെ യൂത്ത് ഡേ പ്രോഗ്രാംസൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വരാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 100ാം ജന്മദിനാഘോഷങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമുക്കിവിടെ ഭഗവാന്റെ പാദം സമർപ്പിക്കാനായിട്ട് സാധിച്ചു. അതിലുപരി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതും ഭഗവാൻ കേരളത്തിലെ ചെറുപ്പക്കാരോട് നേരിട്ട് പറഞ്ഞതുമായിട്ടുള്ള ഒരു വലിയ സേവയാണ് ഗ്രാമസേവാ പദ്ധതി. ആ ഗ്രാമസേവാ പദ്ധതിയുടെ അവിടെ നിന്നുള്ള ഗ്രാമവാസികളുടെ പരിപാടി കൂടിയായപ്പോൾ ഈ പരിപാടി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറ്റാനായിട്ട് സാധിച്ചു. വർഷം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ സെൻറ്റിനറി വർഷം അതിഗംഭീരമാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന നൽകിക്കൊണ്ടുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്ന ഈ ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം. ഓരോ ചടങ്ങും അതിലെ അർപ്പണ മനോഭാവത്തോടു കൂടി അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഓരോരുത്തരുടെയും പ്രവർത്തനം ഏറ്റവും മികവുറ്റതായിട്ട് തെളിഞ്ഞു നിൽക്കുന്നതായിരുന്നു ഓരോ പരിപാടികളും. വളരെ സന്തോഷം. വളരെ വലിയൊരു ദൗത്യമാണ്. എത്രയും പെട്ടെന്ന് വളരെ നിസ്സാരമായിട്ടത് യൂത്ത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് അതിനുമേറെ സന്തോഷം. പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് ഒരു 1000 പേരെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു നഗരസംഗീതം ട്രിവാൻഡ്രത്ത് നടക്കട്ടെ എന്ന്. അതിന് ഉറപ്പായിട്ടും ട്രിവാൻഡ്രത്തെ യൂത്തിന് പറ്റുമെന്ന് ഉറപ്പുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന ഈ വേദിയിൽ ഷെയർ ചെയ്യുന്ന സ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എത്രയോ വർഷങ്ങളായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് വിനോദ് ബാബുസാനെ ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുകയാണ്. സൈറാം, 2 പേർക്കും
എല്ലാമായ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആദ്യമായി ഈ 2 ദിവസത്തെ പ്രോഗ്രാം വളരെ മനോഹരമായി സ്വാമിയുടെ പാദത്തിൽ സമർപ്പിക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിച്ച സ്വാമിയുടെ അടുത്തുള്ള ആ സ്നേഹം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് സ്വാമി കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. സെൻറ്റിനറി സെലിബ്രേഷൻ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 20 വർഷമായി 30 വർഷമായി സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മൾ ഒരു LKG കുട്ടിയെപ്പോലെ ഓരോ കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാകുന്ന സന്ദർഭങ്ങളാണ് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് സ്വാമിയുടെ സന്ദേശങ്ങളും മനസ്സിലാക്കുമ്പോഴും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് സ്വാമിയുടെ അടുത്താണ്. ഈ സംഘടനയിൽ കൊണ്ടുവന്നതിനും നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശം തരുന്നതിനും. അത് കൂടാണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനാണ്. ഇത്രയും പ്രായമുണ്ടായിട്ടും എന്നെക്കാളും ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ ദിവസവും ഒരു 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ സ്ഥലത്തില്ലെങ്കിൽ വിളിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്ത് നമുക്ക് വേണ്ട സപ്പോർട്ട് തന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിനോദ് ബാബു സാർ. തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ കോർഡിനേറ്റേഴ്സുമാർ, കൺവീനർമാർ, സമിതി പ്രവർത്തകർ, സമിതി ഭാരവാഹികൾ, ആക്റ്റീവ് വർക്കേഴ്സ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇത്രയും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പ്രവർത്തിച്ച വേറൊരു സമയമുണ്ടോ എന്നൊരു സംശയമാണ്. നമ്മൾ 7 ദിവസം സപ്താഹത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഒന്നിച്ച് കാണാറുണ്ട്. പക്ഷേ പല പല ഗ്രൂപ്പുകൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത് ഇപ്പോഴാണ് കാണുന്നത്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കമ്മിറ്റികളും അവരവരുടെ കാര്യങ്ങൾ ശരിക്കും പ്രശാന്തി നിലയത്തിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാലും ഗേറ്റിലെ സേവാദൽസ് എനിക്ക് ശരിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ പ്രശാന്തി നിലയത്തിലെ ഗേറ്റിലെ ഡ്യൂട്ടി ചെയ്യുന്ന ആ ഒരു ഭാവത്തിലാണ് നമ്മുടെ ആൾക്കാർ ഇവിടെ ഡ്യൂട്ടി ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കറിയാം പ്രശാന്തി നിലയത്തിലെ ആ ഡിസിപ്ലിൻ അറിയാം. പക്ഷെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം നമ്മുടെ സേവാദൽസിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു ഡിസിപ്ലിനിലോടുകൂടി ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി എല്ലാ സേവാദൽസും ഓരോ വിങ്ങിലെയും ആൾക്കാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തന്നത്. അതുപോലെ ഈ പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്ത പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ സനൽ. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായി സനൽ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്, എക്സിബിഷൻ്റെ പ്രോഗ്രാം എല്ലാത്തിലും സനലും അദ്ദേഹത്തിൻ്റെ മകൻ കിരണും അവർ 2 പേരും ഫുൾ ടൈം. എനിക്ക് തോന്നുന്നു തലേ ദിവസം രാവിലെ വന്നിട്ട് അടുത്ത ദിവസം ഉച്ചവരെ അവരിവിടെ ഉണ്ടായിരുന്നു, രാത്രി ഉറങ്ങാണ്ട്. ഇവിടുത്തെ കംപ്ലീറ്റ് ഈ സെറ്റിങ്സും ചെയ്തത് അവരാണ്. അപ്പം അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് നമുക്ക്. ആ പ്രവർത്തകരുള്ളത് കൊണ്ടാണ് സ്വാമിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ പ്രോഗ്രാംസും ഈശ്വരനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് സ്വാമിയുടെ അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം ആൾക്കാരുടെ അല്ല, എല്ലാവരും കൂടെ ഒന്നിച്ച് യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സ്വാമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ നേരത്തെ രാവിലെ യൂത്തിൻ്റെ അടുത്ത് സംസാരിച്ചവൻ പറഞ്ഞു, നമുക്ക് വിങ്ങുകളില്ല. നമ്മൾ ബാലവികാസ് വിങ്, മഹിളാ വിഭാഗ്, യൂത്ത്, അങ്ങനെ വിങ്ങുകൾ നമ്മളത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ ഒരു സമിതിയോ ഒരു ജില്ലയുടെ പ്രോഗ്രാം വരുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ആ പ്രവർത്തനം 100% വിജയിക്കുന്നത്, സ്വാമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 2 ദിവസം നടന്ന പരിപാടികളിൽ നമ്മൾ രാവിലെ നമ്മൾ നഗരസംഗീതനം കണ്ടു. ഏറ്റവും മനോഹരമായിട്ട് വേദ ടീം വളരെ ഭംഗിയായിട്ട് അവരുടെ ആ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്തു. ഭജൻ ടീം, അതുപോലെ മഹിളാസ്, ജെൻസ് എല്ലാവരും പങ്കെടുത്ത് എനിക്ക് തോന്നുന്നു 250-ലധികം ആൾക്കാർ പങ്കെടുത്തു. നമ്മൾ തിരുവനന്തപുരത്ത് ഇത്രയും ആൾക്കാർ പങ്കെടുത്ത ഒരു നഗരസങ്കീർത്തനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്, ലവ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിലാണ് സ്വാമി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സ്വാമിയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് ലവ് ഓൾ സർവ് ഓൾ എന്നുള്ളതാണ്. നമ്മൾ അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ആണ്, നമ്മൾ വളരെ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ആ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും വരും. ഇതിനകത്ത് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്വാമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സ്വാമി സംഘടന തന്നത് യൂണിറ്റി ആയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഇവിടെ ഹ്യൂമൻ വാല്യൂസിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത സമയത്ത് ഓരോരുത്തരും പറഞ്ഞു, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണം, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്കത് സഹിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാവണം. അതിൻ്റെ പ്രാക്ടീസാണ് സത്യസായി സേവാ സംഘടനയിലൂടെ പ്രവർത്തിക്കുന്ന ഓരോ ആൾക്കാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ യൂത്തിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളത് സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. നമ്മളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഉടനെ ഒരു ഗ്രൂപ്പിസം ഉണ്ടായി മാറുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും സംഘടന വിട്ടു പോകില്ല, സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അടിയുറച്ച് ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധന വേണം. എന്നും കുറച്ച് സമയമെങ്കിലും ഈശ്വരൻ്റെ അടുത്ത് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കും. ഒന്നും ചോദിക്കണ്ട, ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒന്ന് ഇരുന്നാൽ മതി. ആ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഞാൻ കോഴിക്കോട് ഒരു യൂത്തിൻ്റെ മീറ്റിങ്ങിന് പോയ സമയത്ത്, അന്ന് രശ്മിതയൊക്കെ യൂത്ത് കോർഡിനേറ്റർ ആയിരിക്കുന്ന സമയത്താണ്. അവിടെ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് യൂത്തിൻ്റെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടി ചോദിച്ചതാണ്, സ്വാമി പറയുന്നു ലവ് ഓൾ സർവ് ഓൾ എന്ന് പറയുന്നു, എല്ലാവരെയും സ്നേഹിക്കാൻ പറയുന്നു. ആ സ്വാമി തന്നെ പറയുന്നു അവോയ്ഡ് ബാഡ് കമ്പനി എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയും വേണം, ബാഡായിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുകയും വേണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പണായിട്ടുള്ള ഒരു ഡിസ്കഷൻ വേണ്ട. പക്ഷെ അപ്പോഴ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാൻ അവരടുത്ത് സൂചിപ്പിച്ചു. ഒന്ന്, നമ്മൾ ചന്ദനത്തിരി ഉണ്ടല്ലോ, ഒരു ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ ആ ചന്ദനത്തിരി കൊണ്ട് ഒരു വൃക്ഷത്തിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചന്ദനത്തിരി അണഞ്ഞു പോകും, അല്ലേ? അതേസമയം ഒരു കാട്ടുതീയാണെങ്കിലോ എത്ര വൃക്ഷം ഉണ്ടെങ്കിലും അതെല്ലാം കത്തിച്ചാമ്പലാവും. സ്വാമി പറയുന്നത് നമ്മൾക്ക് ആ ഒരു കാട്ടുതീയാവാൻ സാധിച്ചാൽ ഏത് ബാഡ് കമ്പനിയിൽ വേണമെങ്കിലും പോകാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ അക്ഷയലിംഗ ആത്മലിംഗ അക്ഷയലിംഗ അക്ഷയലിംഗ ആത്മലിംഗ അക്ഷയലിംഗ
ഇഹ പര സുഖദായക സായി ഇഹ പര സുഖദായക അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണ ശിവ അക്ഷയലിംഗ ആത്മലിംഗ इह पर सुखदायक इह पर सुखदायक ईशा इह पर सुखदायक इह पर सुखदायक साई इह पर सुखदायक इह पर सुखदायक ओम नमः शिवाय शिवाय नमो 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 ओम नमः शिवाय शिवाय ओम नमः शिवाय शिवाय नमो ओम नमः शिवाय शिवाय नमो अरुणाचल शिव अरुणाचल शिव अरुणाचल शिव पाहि परमेश्वरा पाहि पाहि परमेश्वरा देहि देहि तव पद सेवा देहि देहि तव पद सेवा जगदीश्वरा आदिपुरी परमेश्वरा पाहि पाहि परमेश्वरा शरण